FMOയുടെ ഈ വീഡിയോയിൽ പാർട്ട് 4 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ്. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും പിന്നെ ചില പ്രത്യേക സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. നമുക്ക് നോക്കാം. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ദേ ആർ ഓർഗനൈസേഷൻസ് ദാറ്റ് മൊബിലൈസ് ഫണ്ട്സ് ആൻഡ് സേവിങ്സ്, ഫണ്ടുകളും സേവിങ്സും മൊബിലൈസ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. ആൻഡ് പ്രൊവൈഡ് ഫിനാൻസ് ഓർ ക്രെഡിറ്റ് ടു ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻസ്, വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വായ്പകൾ നൽകുന്ന സ്ഥാപനങ്ങളാണ്. കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ പല ഭവനങ്ങളിൽ സാധാരണക്കാരായ ആളുകൾ സ്വരുക്കൂട്ടുന്നത്, അത് ചാനലൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ സമ്പാദ്യങ്ങളെ സമാഹരിച്ചുകൊണ്ട് അത് വലിയ വലിയ ബിസിനസ് ഫേംസിനും ഓർഗനൈസേഷൻസിനും ഒക്കെ ആയിട്ട് വായ്പകൾ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന് തന്നെയും വായ്പകൾ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലേക്ക് ക്രമപ്പെടുത്തുന്നതിനെയാണ്, അത്തരത്തിലുള്ള സ്ഥാപനങ്ങളെയാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ബാങ്കുകൾ അത്തരത്തിലുള്ള ഒരു സ്ഥാപനമാണ്. ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ നെസസറി ഫോർ ഫ്രീ, ഫെയർ ആൻഡ് ട്രാൻസ്പാരൻറ്റ് മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഈ സ്ഥാപനങ്ങൾ പലപ്പോഴും സ്വതന്ത്രമായ, നീതിനിഷ്ഠമായ, സുതാര്യമായ കമ്പോള പ്രവർത്തനങ്ങൾക്ക് വിധേയമാണ് അല്ലെങ്കിൽ അത്യന്താപേക്ഷിതമാണ്. ഇത്തരം സ്ഥാപനങ്ങളിൽ സുതാര്യമല്ലാത്തതായ അല്ലെങ്കിൽ നീതിപരമല്ലാത്തതായ അല്ലെങ്കിൽ വളരെ ഫ്രീ ആയിട്ടുള്ളതല്ലാത്തതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും നല്ലതല്ല. റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെ തരത്തിലുള്ള സ്ഥാപനങ്ങളാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ RBI ഒരു റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ, ഈ സ്ഥാപനങ്ങളെയൊക്കെ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി ഗവൺമെൻറ് സെറ്റപ്പ് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥാപനങ്ങളാണ് RBI, സെബി, RBI മണി മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ, സെബി ക്യാപിറ്റൽ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ, പിന്നെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഉണ്ട്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഉണ്ട്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇൻഷുറൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് IRDA പോലുള്ള ഇതൊക്കെയുണ്ട്, സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ അതൊക്കെ റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഈ റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇത്തരം ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ഇത്തരം സ്ഥാപനങ്ങളെ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള റോള് പ്ലേ ചെയ്യുന്നത്. സോ റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് പ്ലേ റെഗുലേറ്ററി റോൾ ഇൻ കൺട്രോളിങ് ദീസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എൻഷുറിങ് ദർ ഫെയർ ആൻഡ് ട്രാൻസ്പാരൻറ്റ് മാർക്കറ്റ് ഓപ്പറേഷൻസ്. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ, ബാങ്കുകളാവട്ടെ അല്ലെങ്കിൽ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളാവട്ടെ, അവരൊക്കെ ഫെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസാണ് നടത്തുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്, എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേറെയുമുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. ദി റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻക്ലൂഡ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, MOF, സെബി ക്യാപിറ്റൽ മാർക്കറ്റിനെ നിയന്ത്രിക്കാൻ വേണ്ടി, RBI മണി മാർക്കറ്റിന് വേണ്ടിയിട്ട്. ദെൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഓൾസോ കോൾഡ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്. ഈ ധനകാര്യ സ്ഥാപനങ്ങളെ നമുക്ക് ധനകാര്യ ഇടനിലക്കാരെന്നും പറയാറുണ്ട്, ചിലപ്പോൾ ഇൻ്റർമീഡിയറീസ് എന്ന് പറയാറുണ്ട്. ബിക്കോസ് ദേ ആക്ട് ആസ് മിഡിൽമെൻ ബിറ്റ്വീൻ ലെൻഡേഴ്സ് ആൻഡ് ബോറോവേഴ്സ്. കാരണം വേറൊന്നുമല്ല, ഇവർ ചിലപ്പോൾ ഈ കടം നൽകുന്നവരും കടം വാങ്ങിക്കുന്നവരും തമ്മിൽ ഇടനിലക്കാരായും വർത്തിക്കാറുണ്ട്, മിഡിൽമെനായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ മിഡിൽമെനായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അവരെ ഇൻ്റർമീഡിയറീസ് എന്ന് പറയുക. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഒന്ന് നോട്ട് ചെയ്യുക. നമ്മൾ എസ്സേ എഴുതുമ്പോൾ നമ്മളത് എഴുതണം. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് എന്നും പറയാറുണ്ട്. അതിൻ്റെ കാരണവും കൂടി ആ വരിയിൽ തന്നെ എഴുതി വയ്ക്കുക. എന്തൊന്നാണ്, അവർ ലെൻഡേഴ്സിനും ബോറോവേഴ്സിനും ഇടയിൽ മിഡിൽമെനായിട്ട് ആക്ട് ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ട്. ഇനി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3. അതേതൊക്കെയാണ്? 3 തരമുണ്ട്. മോണിറ്ററി ഓർ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അല്ലേ? മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നോൺ മോണിറ്ററി, അതായത് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പിന്നെ അതാണ് സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. നമ്മൾ ആദ്യ ഭാഗത്ത് തന്നെ പറഞ്ഞു. മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതായത് ബാങ്കിങ്, പിന്നെ നോൺ ബാങ്കിങ്, പിന്നെ സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇങ്ങനെ 3 ഇനി എന്താണ് ആദ്യം മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞ്? സാധാരണ നമ്മളൊക്കെ പോകുന്ന ബാങ്കുകൾ, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, അതുപോലെ തന്നെ നമ്മുടെ ബാങ്കുകളുടെ ബാങ്കായ സെൻട്രൽ ബാങ്ക്, അതുപോലെ തന്നെ പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്ക്സ്, പിന്നെ സഹകരണ ബാങ്കുകൾ, ഇതൊക്കെ മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. പണം കൈകാര്യം ചെയ്യുന്ന സാധാരണക്കാരുടെ വിശ്വസ്ത പണം സൂക്ഷിപ്പുകാരായിട്ട് നൂറ്റാണ്ടുകൾ മുതലേ തന്നെ പ്രവർത്തിക്കുന്ന ഏർപ്പാടുകളാണ് വാസ്തവത്തിൽ ബാങ്കുകളെന്ന് നമുക്കറിയാം. അപ്പോൾ ഇനി ഇവയല്ലാതെ നോൺ മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? കംപ്രൈസ് ഓഫ് NBFCs, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് അല്ലെങ്കിൽ കോർപ്പറേഷൻസ് ആണ്.
NBFCകൾ, ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികൾ, നിക്ഷേപ കമ്പനികൾ, ലീസിംഗ് ഫേംസ്, VCFCകൾ ഒക്കെ അങ്ങനെയാണ്. അതായത് സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇവയൊക്കെ. ഇൻക്ലൂഡ് സ്റ്റേറ്റ് ലെവൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. സംസ്ഥാന തലത്തിൽ ഉള്ള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷനുകൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ്. അതുപോലെ തന്നെയാണ് SIDC, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, ചെറുകിട വ്യവസായ വികസന കോർപ്പറേഷൻ, ഇതൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നോൺ മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് തേർഡ് കാറ്റഗറിയാണ് സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ഇവർ 3 പേരുമാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന ഹെഡിങ്ങിൻ്റെ കീഴിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചൊരു എഴുതണം, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ എഴുതണം എന്ന് വരുമ്പോൾ നമ്മൾ ഈ 3 പോയിന്റുകൾ ഹെഡിങ് ആയിട്ട് തന്നെ എഴുതണം എന്നർത്ഥം. അവയുടെ എക്സാമ്പിൾസും എഴുതണം എന്നർത്ഥം. ഓക്കെ. ഇനി ദ വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്യാൻ ബി ലിസ്റ്റഡ് ആസ് ഫോളോസ്. പലതരം സ്ഥാപനങ്ങളെ നമുക്ക് വ്യക്തമായി വേർതിരിച്ച് പറയാം. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മാത്രമാണ് മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഈ കാറ്റഗറിയാണ്. നോൺ മോണിറ്ററി എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിനെയാണ്, NBFCകളെയാണ്. ദെൻ സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രത്യേക കാര്യത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള, പിന്നെ NABARD, കൃഷി ഗ്രാമീണ വികസനം എന്നിവയ്ക്ക് വേണ്ടി പ്രത്യേകം നിയോഗിക്കപ്പെട്ടുള്ള ഒരു ധനകാര്യ സ്ഥാപനമാണ്. അതുപോലെ തന്നെയാണ് വ്യവസായ വികസനത്തിന് വേണ്ടിയിട്ട് ഉള്ള സ്ഥാപനങ്ങളുണ്ട്. SIDC, അത് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. സംസ്ഥാനങ്ങളിലെ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ SFC, അത് സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് സ്റ്റേറ്റ് ലെവലിൽ. IFCI, ICICI, IDBI, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബോർഡ് ഓഫ് ഇന്ത്യ, വ്യവസായ വികസനമാണ്. ഇനി വ്യവസായങ്ങൾക്ക് വൻ തുക, ചെറിയ തുകയൊന്നും അല്ല അവർക്ക് വേണ്ടത്, ലോണുകളായിട്ടൊക്കെ നൽകണമെങ്കിൽ IDBI പോലുള്ള സ്ഥാപനങ്ങളൊക്കെ കഴിയുള്ളൂ. അതുപോലെ തന്നെ നാഷണൽ ഹൗസിംഗ് ബോർഡ്, NHB, അതൊരു സ്പെഷ്യലൈസ്ഡ് ആ ഹൗസിംഗ് സംബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കമ്പനി IDFC, സ്പെഷ്യലൈസ്ഡ് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. SIDC, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, മൈക്രോ യൂണിറ്റ് ഡെവലപ്മെൻറ്റ് റീഫിനാൻസ് ഏജൻസി ആയിട്ടുള്ള മുദ്ര, ഈ അടുത്ത കാലത്ത് രൂപം കൊണ്ടതാണ്. ഇതൊക്കെ സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. സോ നോൺ മോണിറ്ററി സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് പ്രധാനമാണ്. അതുപോലെ തന്നെ നോൺ മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക. NBFCs, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, UTI, അതുപോലെ തന്നെ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ലൈഫ് ആൻഡ് നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ്, ലൈഫ് ഇൻഷുറൻസും ലൈഫ് അല്ലാത്തതും ഇൻഷുറൻസുമായിട്ടുള്ള, ലൈഫ് ഇൻഷുറൻസിന് LIC, ലൈഫില്ലാതെ വാഹനങ്ങളുടെയും അപകടങ്ങളുടെയും ഒക്കെ അതൊക്കെ GIC ആണ്. ഇനി പെൻഷൻ ഫണ്ടുകൾ, അവിടെ പൈസയല്ല കൈകാര്യം ചെയ്യുന്നത്, മറ്റ് വല്ല സേവനങ്ങളുമാണ്. നോൺ മോണിറ്ററി ആയിട്ടുള്ള സർവീസസ് ആണ് ഇൻഷുറൻസ് കമ്പനികളും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഏജൻസികളും NBFCകൾ എന്നറിയപ്പെടുന്ന പെൻഷൻ ഫണ്ടുകൾ. ലീസ് ഫിനാൻസിങ് കമ്പനീസ്, പൈസയല്ല അവിടെ കൈകാര്യം ചെയ്യുക, ലീസിങ്ങിനുള്ള സൗകര്യമാണ്. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഫണ്ടുകൾ, VCF എന്ന് പറയും, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഫണ്ടുകൾ. VCFിൻ്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. VCF എന്ന് പലയിടത്തും ഷോർട്ട് ഫോം ടെക്സ്റ്റ് ബുക്കിൽ കാണാം. അപ്പോൾ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകൾ. അതുപോലെ തന്നെ ഹൗസിംഗ് ഫിനാൻസ്, HFC, അതുപോലെ തന്നെ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതൊക്കെ പണമല്ല കൈകാര്യം ചെയ്യുന്നത്, നോൺ മോണിറ്ററി ആയ സർവീസസ് ആണ്. ഇനി അതുപോലെ തന്നെയാണ് മോണിറ്ററി. നമ്മൾ പറഞ്ഞു ബാങ്കുകൾ പലതരം, കൊമേഴ്ഷ്യൽ ബാങ്കുകളാവാം, അത് തന്നെ പബ്ലിക് സെക്ടർ ഉണ്ട്, പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുണ്ട്, ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഉണ്ട്, ഓൾഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഉണ്ട്, ഫോറിൻ ബാങ്ക് ഉണ്ട്, ലീഗൽ റൂറൽ ബാങ്ക് ഉണ്ട്, ലോക്കൽ ഏരിയ ബാങ്ക് ഉണ്ട്, കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്. കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ തന്നെ സബ് ഡിവിഷൻസ് പറയാം. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കുകൾ, അങ്ങനെയുണ്ട്. ഇനി ഇതുകൂടാണ്ട് ഗവൺമെൻറ്റിൻ്റെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കുകൾ, അത് വേറെയുണ്ട്. ഫോറിൻ ബാങ്കുകൾ പറയാം. ഫോറിൻ ബാങ്കുകൾ, ഇന്ത്യയിൽ ബ്രാഞ്ചുള്ള ഫോറിൻ ബാങ്കുകളുണ്ട് വിത്ത് റെപ്രസെൻറ്റേറ്റീവ് ഓഫീസസ് ഇൻ ഇന്ത്യ. ഇനി അതുപോലെ തന്നെ SFB എന്ന് പറയുന്ന സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, പേയ്മെൻറ്റ് ബാങ്കുകൾ, ഇതൊക്കെ മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. സോ മോണിറ്ററി, നോൺ മോണിറ്ററി, സ്പെഷ്യലൈസ്ഡ്, ഇങ്ങനെ. ഇനി എന്തുകൊണ്ടാണ് വാട്ട് ഈസ് എ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി, എന്താണ് ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി എന്നുള്ള ചോദ്യമാണ്. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈസ് എ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനി ആക്ട് 1956 and is engaged in the business of loans and advances, leasing, hire purchase, insurance business, chit fund business, etc. ബാങ്കിങ് ഇല്ല, നോൺ ബാങ്കിങ് ആണെന്ന് മാത്രം. എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്? 56-ലെ നോൺ ബാങ്കിങ് കമ്പനി ഫിനാൻസ് കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളാണ്. ഒന്ന് പോയിന്റ് നമ്പർ 1 എന്താ പറയേണ്ടത്? ഒരു നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി അഥവാ NBFC എന്ന് പറഞ്ഞാൽ 56-ലെ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത കമ്പനി ആയിരിക്കും. കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത കമ്പനി ആയിരിക്കണം. പോയിന്റ് നമ്പർ 2,
അവർ ഡീൽ ചെയ്യുന്നത് ബിസിനസ് എന്ന് പറയുന്നത് ലോണുകൾ, അഡ്വാൻസുകൾ, ലീസിങ് ഫിനാൻസുകൾ, ഹയർ പർച്ചേസ് സ്കീമുകൾ, ഇൻഷുറൻസ് ബിസിനസ്, ചിട്ടി ഫണ്ട് ബിസിനസ് ഇവയിലായിരിക്കണം. നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്: ലോണുകൾ, അഡ്വാൻസുകൾ, ലീസിങ്, ഹയർ പർച്ചേസ്, ഇൻഷുറൻസ് ബിസിനസ്, ചിട്ടി ഫണ്ട് ബിസിനസ്. പൊതുജനങ്ങളിൽ നിന്ന് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്ന ബാങ്കിങ് ബിസിനസ് ഇല്ല എന്നർത്ഥം. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് എനി ഇൻസ്റ്റിറ്റ്യൂഷൻ ഹൂസ് പ്രിൻസിപ്പൽ ബിസിനസ് ഈസ് ഓഫ് ദാറ്റ് ഓഫ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി. ഇതിലൊരിക്കലും അതിൻ്റെ പ്രധാന ബിസിനസ് കാർഷിക പ്രവർത്തനമായിട്ടുള്ള ഒരു സ്ഥാപനവും ഈ കൂട്ടത്തിൽ NBFCയിൽ പെടില്ല. ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റിയാണ് പ്രധാന പ്രവർത്തനമെങ്കിൽ അതും ഈ കൂട്ടത്തിൽ പെടില്ല. സെയിൽ ഓർ പർച്ചേസ് ഓർ കൺസ്ട്രക്ഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, അതായത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ടുള്ള ഭൂമി, കെട്ടിടം, അങ്ങനെയുള്ള സ്വത്തുക്കൾ വാങ്ങി വിൽക്കുക, നിർമ്മാണം, അങ്ങനെയുള്ള ഏർപ്പാടുകളിൽ ഏർപ്പെടുന്ന സ്ഥാപനങ്ങളും NBFC എന്ന ഹെഡിങ്ങിൻ്റെ കീഴെ വരില്ല. അല്ലാതെയുള്ള നേരത്തെ പറഞ്ഞതുപോലെയുള്ള ബാങ്ക് ലോണുകൾ, അഡ്വാൻസുകൾ, ലീസിങ്, ഹയർ പർച്ചേസിങ്, ഇൻഷുറൻസ് ബിസിനസ്, ചിട്ടി ഫണ്ട് ബിസിനസ്, ഇത്രയും കാറ്റഗറിയാണ് NBFC എന്നതിൽ വരുള്ളൂ. പക്ഷേ 56 കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടതായിരിക്കണം. ഈ 2-3 കാര്യങ്ങളാണ് NBFCയെ കുറിച്ച് നമുക്ക് ആദ്യം പഠിച്ചു വയ്ക്കാനുള്ളത്. ആൻഡ് NBFC cannot accept demand deposits or issue checks to customers. NBFCക്ക് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ചെക്ക് കസ്റ്റമേഴ്സിന് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. സാധാരണ ബാങ്കുകൾക്ക് പക്ഷേ അത് സാധിക്കും, അല്ലേ? DD ഇഷ്യൂ ചെയ്യാൻ സാധിക്കും, ചെക്ക് ഇഷ്യൂ ചെയ്യാൻ സാധിക്കും ബാങ്കുകൾക്ക്. പക്ഷേ NBFCക്ക് അതൊന്നും സാധിക്കില്ല. ഓൾ NBFCs ഷുഡ് രജിസ്റ്റർ വിത്ത് RBI അസറ്റ് ഫിനാൻസ് കമ്പനി. RBIയുടെ എല്ലാ NBFCകളും എല്ലാ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളും RBIയിൽ രജിസ്റ്റർ ചെയ്യണം. എക്സാമ്പിൾ പറയുകയാണ്, അസറ്റ് ഫിനാൻസ് കമ്പനി, അതുപോലെ തന്നെ AFC എന്ന് പറയും, ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി, ലോൺ കമ്പനി എക്സെട്ര ആർ ദ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് NBFCs. NBFCകൾ അവയുടെ പല കാറ്റഗറിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്തൊക്കെയാണ്? അസറ്റ് ഫിനാൻസ് കമ്പനി ഒരു കാറ്റഗറിയാണ്, AFC എന്ന് പറയും. ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി, ലോൺ കമ്പനി, ഇതൊക്കെ പലതരത്തിലുള്ള NBFCകളാണ് എന്ന് പറയാം. അവിടെ ബാങ്കിങ് ബിസിനസ് ഇല്ല, പൊതുജനങ്ങളുടെ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന സ്ഥലമല്ല, പൊതുജനങ്ങൾക്ക് ചെക്ക് ഇഷ്യൂ ചെയ്യാൻ പാടില്ല, ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അത്തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് NBFCകൾ ഓർക്കുക. ഇനി സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് ആൻഡ് പേയ്മെൻറ്റ് ബാങ്ക്സ് ആണ് നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്. എന്താണ് സ്മോൾ ഫിനാൻസ് ബാങ്ക്സും പേയ്മെൻറ്റ് ബാങ്ക്സും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? RBI has granted in principle approval to start a small finance and payment banks in India recently. ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. റിസർവ് ബാങ്ക് അതിന് അനുമതി നൽകിയിട്ടുണ്ട്, അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. സ്മോൾ ഫിനാൻസ് ബാങ്കുകളും പേയ്മെൻറ്റ് ബാങ്കുകളും തുടങ്ങുവാനായിട്ട് അനുമതി ഈ അടുത്ത കാലത്ത് മാത്രം റിസർവ് ബാങ്ക് നൽകിയിട്ടുണ്ട്. എൻറ്റിറ്റീസ് വിത്ത് എ സ്മോൾ ഫിനാൻസ് ബാങ്ക് പോലുള്ള എൻറ്റിറ്റികൾ ബാങ്ക് ലൈസൻസ് ക്യാൻ പ്രൊവൈഡ് ബേസിക് ബാങ്കിങ് സർവീസസ്. ബേസിക് ബാങ്കിങ് സർവീസുകൾ നൽകാൻ കഴിയും വിത്തിൻ ലിമിറ്റഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. പ്രവർത്തനത്തിൻ്റെ ലിമിറ്റഡ് ഏരിയയിൽ നിന്നുകൊണ്ടാണ് അത് നൽകാൻ കഴിയുക. ദി ഒബ്ജക്റ്റീവ് ഈസ് ടു ഫിനാൻഷ്യലി ഇൻക്ലൂഡ് സെക്ഷൻസ് ഓഫ് ദി എക്കണോമി നോട്ട് ബീയിങ് സർവ്ഡ്. ഇനി അതായത് ദി ഒബ്ജക്റ്റീവ് ഈസ് ടു, അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി ഇൻക്ലൂഡ് സെക്ഷൻസ് ഓഫ് ദി എക്കണോമി, നമ്മുടെ എക്കണോമിയുടെ പല സെക്ഷൻസിനെയും ഫിനാൻഷ്യലി ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. നോട്ട് ബീയിങ് സർവ്ഡ്, പക്ഷേ ആ ലക്ഷ്യം ഇതുവരെയും സർവ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞു തരണം. ഇനി ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഓപ്പറേഷൻസിൽ നമുക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർവ്ഡ് ബൈ ദ അതർ ബാങ്ക്സ് സച്ചാസ്. ഏതൊക്കെയാണ് അതർ ബാങ്ക്സ് എന്ന് പറയുന്നത്? ബാങ്ക്സ് സച്ചാസ് സ്മോൾ ബിസിനസ് യൂണിറ്റ്സ്, സ്മോൾ ആൻഡ് മാർജിനൽ ഫാർമേഴ്സ്, മൈക്രോ ആൻഡ് സ്മോൾ ഇൻഡസ്ട്രീസ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ എൻറ്റിറ്റീസ്. അപ്പോൾ ഇത്രയും നാൾ ഇവരെ ഉൾപ്പെടുത്തുക ഈ എക്കണോമിയുടെ ഈ പറഞ്ഞ മേഖലകളിലൊക്കെ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങൾ, ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ചെറിയ ബിസിനസ് യൂണിറ്റുകൾ, സ്മോൾ ആൻഡ് മാർജിനൽ ഫാർമേഴ്സ്, ചെറിയ കർഷകർ അല്ലെങ്കിൽ മാർജിനൽ ഫാർമേഴ്സ്, മൈക്രോ ആൻഡ് സ്മോൾ ഇൻഡസ്ട്രീസ്, മൈക്രോ വ്യവസായ യൂണിറ്റുകൾ, അതുപോലെ തന്നെ ചെറിയ വ്യവസായ യൂണിറ്റുകൾ, അസംഘടിത മേഖലയിലുള്ള അത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെയാണ് അവരെയും ഫിനാൻഷ്യലി ഉൾപ്പെടുത്തുക എന്നതാണ്. ഇങ്ങനൊരു പുതിയ പരിപാടി റീസെൻ്റായിട്ട് ഈ സ്മോൾ ഫിനാൻസ് ബാങ്ക് ആൻഡ് പേയ്മെൻറ്റ് ബാങ്ക് തുടങ്ങുന്നതിൻ്റെ പിന്നിൽ ഉദ്ദേശം അതായിരുന്നു എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് ഇസാഫ് സ്മോൾ ഫിനാൻസ് പെർ കസ്റ്റമറാണ് അവിടെ വരുന്നത്. ഇനി എന്താണ് സ്മോൾ ഫിനാൻസ് പെർ കസ്റ്റമറിൻ്റെ
കാര്യം നോക്കാം. പേയ്മെൻറ്റ് ബാങ്ക്സ് ക്യാൻ ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് അപ് ടു 1 lakh ബട്ട് കനോട്ട് അണ്ടർടേക്ക് ലെൻഡിങ് ആക്ടിവിറ്റീസ്. സാധാരണ പേയ്മെൻറ്റ് ബാങ്കുകൾക്ക് ഡെപ്പോസിറ്റ് 1 ലക്ഷം വരെയാണ് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുക. ബട്ട് കനോട്ട് അണ്ടർടേക്ക് ലെൻഡിങ് ആക്ടിവിറ്റീസ്. പക്ഷേ പേയ്മെൻറ്റ് ബാങ്കുകൾക്ക് ലെൻഡിങ് ആക്ടിവിറ്റി നടത്താൻ സാധിക്കില്ല. ദേ ഓഫർ സ്മോൾ സേവിങ്സ് അക്കൗണ്ട്സ്. അവർ ചെറിയ സേവിങ്സ് അക്കൗണ്ടാണ് ഓഫർ ചെയ്യുന്നത്. പേയ്മെൻറ്റ് റെമിറ്റൻസ് സർവീസ് ടു മൈഗ്രൻ്റ് ലേബർ. പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള സർവീസുകൾ, പ്രത്യേകിച്ചും വേറെ അന്യരാജ്യത്ത് പണിക്ക് പോയിരിക്കുന്ന ആൾക്കാർ അയാളുടെ പൈസ അയച്ചു തരുമ്പോൾ അതിനുള്ള പേയ്മെൻറ്റ് കാര്യങ്ങൾ. ലോ ഇൻകം ഹൗസ് ഹോൾഡ്സ്, താണ വരുമാനക്കാരായിട്ടുള്ള ആളുകൾക്ക് അവിടെ ലോ ഇൻകം അങ്ങനെയുള്ള വീട്ടുകാർ, ചെറിയ ബിസിനസ് യൂണിറ്റുകൾക്കൊക്കെയുള്ള സമ്പാദിക്കാനായിട്ടുള്ള അക്കൗണ്ടുകളാണ് അവ ഓഫർ ചെയ്യുന്നത്. ദീസ് ബാങ്ക്സ് വിൽ എക്സ്റ്റെൻസീവ്ലി ഓപ്പറേറ്റഡ് ഓൺ ടെക്നോളജി. ഈ ബാങ്കുകൾ വ്യാപകമായിട്ട് ടെക്നോളജി ബേസ് ചെയ്തായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക. ടു റെഡ്യൂസ് ഓപ്പറേഷണൽ കോസ്റ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവർത്തന ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും. കൂടുതൽ തൊഴിലാളികളെ വെച്ചുകൊണ്ടല്ല പ്രവർത്തിക്കുക, മറിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് അവർ പ്രവർത്തിക്കുകയാണ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക്, അത് ഒരു ഉദാഹരണമാണ്. പേടിഎം പേയ്മെൻറ്റ് ബാങ്ക്, ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ഇനി അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ്. ഇനി ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട സംവിധാനമാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിനെ കുറിച്ചാണ് അടുത്ത ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്.